Dear students, നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 ക്ലിയർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ തന്നിരുന്നു. അപ്പോൾ നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ PPT ആയിട്ടും പവർ പോയിൻ്റ് ആയിട്ടും ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക. നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത ശേഷം ഇത് ഒന്നിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ്, രണ്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ്. ക്ലിയർ. എച്ച് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയാണ്. എസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് സബ്സിഡറി കമ്പനി. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നമ്മളിവിടെ അസറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കുക, അസറ്റ്സ് എന്ന് പറയുന്നത് എച്ച് ലിമിറ്റഡിൻ്റെ അസറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് എസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് 5 lakh രൂപ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 5 ലക്ഷം രൂപയുടെ ഷെയർസ്. ക്ലിയർ. ആര് വാങ്ങിച്ചിട്ടുണ്ട്? എസ് ലിമിറ്റുള്ള ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട്. 5 ലക്ഷം മീൻസ് 60,000 ഷെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. അപ്പോൾ 60,000 ഷെയർ എസ് ലിമിറ്റഡിൻ്റെ ഷെയർ എച്ച് ലിമിറ്റഡ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത്രയും ഷെയറാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എച്ച് ആണ്, സബ്സിഡറി കമ്പനി എസ് ലിമിറ്റഡ് ആണ്. ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ജനറൽ റിസർവ് തന്നിട്ടുണ്ട്, സർപ്ലസ് തന്നിട്ടുണ്ട്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അസറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മിഷനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ദെൻ സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ഡെപ്റ്റേഴ്സ്, ബാങ്ക് ബാലൻസ്. ഇത്രയും വിവരങ്ങളാണ് അതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 1 അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ അസറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അസറ്റ്സും ബാലൻസ് ഷീറ്റിൽ രണ്ട് കമ്പനി എച്ചും എസ്സും ഉണ്ട്. ക്ലിയർ. അപ്പോൾ അതനുസരിച്ച് അസറ്റ്സിൻ്റെ ലയബിലിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എച്ച് ലിമിറ്റഡിൻ്റെ കോളത്തിൽ ഒരു 5 lakh rupees-ൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് അല്ലേ. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാ? എസ് ലിമിറ്റഡിലുള്ള ഷെയർ ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ എസ് ലിമിറ്റഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും 6 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, 10 രൂപ വിലയുള്ള ഷെയർസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് 10 രൂപ വിലയുള്ള ഷെയർ 6 ലക്ഷം രൂപ പറഞ്ഞാൽ 60,000 ഷെയർ ഉണ്ടാവും. അത്രയും 60,000 ഷെയർസ് തന്നെയാണ് എവിടെ ഉള്ളത്? ഇവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദി സബ്സിഡറി എസ് ലിമിറ്റഡ് ഈസ് ഫുള്ളി കൺട്രോൾഡ് ബൈ എച്ച് ലിമിറ്റഡ്. 100% സബ്സിഡറി ആണ്. അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ. അപ്പോൾ നോൺ കൺട്രോളിങ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. റൈറ്റ്. ഈ താഴെ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത് നോക്കുക. ഓൺ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് എസ് ലിമിറ്റഡ് എമൗണ്ടഡ് ടു ₹1 lakh വിച്ച് വാസ് നോ ഡിസ്ട്രിബ്യൂട്ടഡ് യെറ്റ്. ഓക്കെ. 1 ലക്ഷം രൂപയുടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയുള്ള റിസർവ്സും സർപ്ലസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ. ഓക്കെ. ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഇവിടെ തന്നിരിക്കുന്നതുകൊണ്ട് ഈ 1 lakh രൂപ എന്താ? ദിസ് 1 lakh rupees ക്യാപിറ്റൽ പ്രോഫിറ്റ്. ഇല്ല, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നമ്മളത് വേറെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ 1 lakh രൂപയാണ്. അപ്പോൾ ആ 1 lakh rupees-നെ തന്നെ എന്ത് ചെയ്താൽ മതി? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് എടുത്താൽ മതി. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഡേറ്റ് ഓഫ് അക്വിസിഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. ഏതാണ് ഹോൾഡിംഗ് കമ്പനി? എച്ച് ലിമിറ്റഡ്. ഏതാണ് സബ്സിഡറി കമ്പനി? എസ് ലിമിറ്റഡ്. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സ്റ്റെപ്സ് അനുസരിച്ച് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സോ സൊല്യൂഷൻ നോക്കൂ. നമ്മൾ പാരന്റ് കമ്പനി ഐഡൻറ്റിഫൈ ചെയ്തു എച്ച് ലിമിറ്റഡ്, സബ്സിഡറി കമ്പനി ഐഡൻറ്റിഫൈ ചെയ്തു എസ് ലിമിറ്റഡ്. ഓക്കെ. കൺട്രോളിങ് പെർസെൻറ്റേജ് നോക്കിയപ്പോൾ 60,000 ഷെയർസ് ഡിവൈഡ് ബൈ 60,000 ഷെയർസ്. അപ്പോൾ എത്ര തന്നെയാണ്? 100%. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാ? 0% ആണ്. നോൺ കൺട്രോളിങ് പെർസെൻറ്റേജ് 0 ആണ്. ദെൻ നമ്മുടെ കാൽക്കുലേഷനിലേക്ക് വരികയാണ്. നമ്മുടെ ഒന്നാമത്തെ കാൽക്കുലേഷൻ എന്താ? ഇറ്റ്സ് എ ഫസ്റ്റ് കാൽക്കുലേഷൻ റിക്വയർഡ്. സോ വി നീഡ് ടു ഐഡൻറ്റിഫൈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലേ. അത് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട് 1 lakh rupee. ക്ലിയർ. ദെയർഫോർ ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് 1 lakh rupeeയും എന്ത് തന്നെയാണ്? ഹോൾഡിംഗ് കമ്പനിയുടെ തന്നെയാണ്. ക്ലിയർ. സോ 1 lakh rupees-ഉം നമുക്ക് എന്തായിട്ട് എടുക്കാം? കൺട്രോളിങ് പോർഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാം. ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണെന്ത്? ക്യാപിറ്റൽ പ്രോഫിറ്റ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്ലിയർ. ഇപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് CP എന്ന് കൂടെ പറയും. ഇപ്പോൾ CP എന്ന് പറയുക അല്ലെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1 lakh rupee നമ്മൾ എന്ത് ചെയ്യുന്നു?
കൺട്രോളിങ് കമ്പനിയുടേതായിട്ട് തന്നെ എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ആസ് ദർ ഈസ് നോ NCI, rupees 1 lakh ഈസ് ദി ക്യാപിറ്റൽ പ്രോഫിറ്റ് ഓഫ് ദി പാരന്റ് കമ്പനി. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ പാരന്റ് കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കും. ദെൻ രണ്ടാമത്തെ കാൽക്കുലേഷൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ അല്ലേ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? ഇപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലത്തിൽ തന്ന അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലാഭമൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ 1 lakh rupees എന്തുണ്ടായിരുന്നു? പ്രോഫിറ്റ് നേരത്തെ ഉണ്ടായിരുന്നു അക്വിസിഷന് മുമ്പ്. ക്ലിയർ? അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ എന്താ തന്നിരിക്കുന്നത്? ക്ലോസിങ്ങിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നിട്ടില്ല? കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് എത്രയാണ് തന്നിട്ടില്ല. അപ്പോൾ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ. പ്രീ അക്വിസിഷൻ അല്ല, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അവിടെ റിസർവ്സും പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? റിസർവ്സും സർപ്ലസും ആണ്. അപ്പോൾ റിസർവ്സും സർപ്ലസും നമ്മൾ എടുത്തിട്ട് ക്ലിയർ അതൊന്ന് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ക്ലിയർ? ദാറ്റ് ഈസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓഫ് സബ്സിഡറി കമ്പനി. ക്ലിയർ? അതിന് എന്ത് മൈനസ് ചെയ്യുന്നു? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് മൈനസ്. എന്തിനാണ് അത് മൈനസ് ചെയ്യുന്നത്? വൈ വി റിക്വയർ ടു മൈനസ് ദിസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്? ബിക്കോസ് ദ പ്രോഫിറ്റ് ഏൺ പ്രയർ ടു ദി അക്വിസിഷൻ ഡേറ്റ് ഹാസ് നോട്ട് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ്. ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡിവിഡൻ്റ് ആയിട്ടൊന്നും കൊടുത്തില്ല. അപ്പോൾ പ്രോഫിറ്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള ക്ലോസിംഗ് ബാലൻസിൽ എന്തുണ്ടാവും? നേരത്തെയുള്ള 1 lakh rupees ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. സോ നമുക്കറിയാം റിസർവ് എന്ന് പറയുന്നത് 1,20,000 rupees ആണ്. 1,80,000 ആണ് സർപ്ലസ്. ഏത് കമ്പനിയുടെ എടുക്കേണ്ടത്? സബ്സിഡറി കമ്പനിയുടെ അല്ലേ. സബ്സിഡറി കമ്പനിയുടെ അക്കൗണ്ട്സ് ആണ് നമ്മൾ പാരന്റ് കമ്പനിയിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടത് എവിടെയാണ്? സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റത്തിനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ 1,20,000 rupees പ്ലസ് 1,80,000 rupees മൈനസ് 1 lakh, ദാറ്റ് ഈസ് പ്രീ അക്വിസിഷൻ. അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് 3 ലക്ഷം രൂപ. അതിൽ 1 ലക്ഷം രൂപ എന്തായിരുന്നു? പ്രീ അക്വിസിഷനാണ്. അപ്പോൾ 2 ലക്ഷം രൂപ ഈ വർഷത്തെ മാത്രം ലാഭമാണ്. സോ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഈസ് 2 lakh rupee. ക്ലിയർ? ഈ 2 lakh rupee നമുക്ക് കിട്ടി. ക്ലിയർ? ഇവിടെ NCI ഇല്ലാത്തതുകൊണ്ട്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മുഴുവൻ 2 ലക്ഷം രൂപയും നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോളിങ് കമ്പനിയുടെ പാരന്റ് കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റ് ആയിട്ട് എടുക്കണം. ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ 2 ലക്ഷത്തിന് സ്പ്ലിറ്റ് ചെയ്യും. ക്ലിയർ? കൺട്രോളിങ് പോർഷൻ വരെ നോൺ കൺട്രോളിങ് വരെ എടുക്കും. ഇവിടെ അതില്ലാത്തതുകൊണ്ട് പാരന്റ് കമ്പനിക്ക് തന്നെ മൊത്തമായിട്ട് കൊടുക്കും. ക്ലിയർ? ഇതാണ് 2 കാൽക്കുലേഷൻ. മൂന്നാമത്തെ കാൽക്കുലേഷനിൽ വരാം. കാൽക്കുലേഷൻ നമ്പർ 3. എന്താണ് മൂന്നാമത് നമുക്ക് വേണ്ടത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യണം. ഇവിടെ വേണോ? ആസ് ദർ ഈസ് നോ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡിങ് അല്ലേ, കാൽക്കുലേഷൻ ഓഫ് NCI ഈസ് നോട്ട് റിക്വയർഡ്. ഇവിടെ നമുക്ക് എന്താ ആവശ്യമില്ല? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കാൽക്കുലേഷൻ നമ്പർ 3 നമുക്കിവിടെ വേണ്ട അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത കാൽക്കുലേഷൻ ക്ലിയർ? കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. എന്താ ഗുഡ് വിൽ എന്ന് പറയുന്നത്? നമ്മൾ കൊടുത്തിരിക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് ഹോൾഡിംഗ് കമ്പനി അല്ലേ സബ്സിഡി കമ്പനിയുടെ ബിസിനസ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ കൊടുത്തിട്ടുണ്ടോ കുറച്ച് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് നോക്കുക അല്ലേ. കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഗുഡ് വിൽ എന്ന് പറയും. അപ്പോൾ എക്സസ് പേയ്മെൻറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ് ചെയ്തത്. സോ നമ്മൾ ആദ്യം എന്തെടുക്കണം ചെയ്യാൻ വേണ്ടി? ഫെയർ വാല്യൂ ഓഫ് ദി പർച്ചേസ് കൺസിഡറേഷൻ. സോ ഫെയർ വാല്യൂ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 lakh അല്ലേ. അതെങ്ങനെയാണ് കിട്ടിയത്? 5 lakh rupee ബാലൻസ് ഷീറ്റിൽ അല്ലേ, ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ബ്രാക്കിൽ ഷെയർസ് 60,000 ഷെയർസ് ഇൻ S ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാണ് എന്ത്? പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർ അക്വയർ ചെയ്യുന്നത്. അങ്ങനെ അക്വയർ ചെയ്യുമ്പോൾ ചിലവാകുന്ന പൈസയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? നമ്മൾ അസറ്റായിട്ട് എടുക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണിത്. ക്ലിയർ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചതിൻ്റെ എമൗണ്ട് ആയതുകൊണ്ട് 5 lakh rupees നമ്മൾ പർച്ചേസ് കൺസിഡറേഷനായിട്ട് എടുത്തു. ഇനി നമ്മുടെ ഫോർമാറ്റ് നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. നേരത്തെ നമ്മൾ പ്രോബ്ലം ചെയ്ത് ചിലപ്പോൾ ഫോർമാറ്റ് ഓർമ്മയുണ്ടാവും അല്ലേ, ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ലെസ് എന്ത് ചെയ്യണം? അതിനെ കൺട്രോളിങ് പോർഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ എടുക്കണം അല്ലേ. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? സബ്സിഡറി കമ്പനിയിൽ 6 lakh rupee ആണ് ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ? എത്രയാണ് കൺട്രോളിങ് പോർഷൻ? മുഴുവനും കൺട്രോൾ ചെയ്യുന്നതും ഹോൾഡിംഗ് കമ്പനിയാണ്, H ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മുഴുവൻ ഷെയർ ക്യാപിറ്റൽ 6 lakh rupees എടുത്തു. ലെസ് കൺട്രോളിങ് പോർഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 1 ലക്ഷം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ?
ആ 1,00,000 രൂപ എന്താണ്? പ്രീ അക്വിസിഷൻ ആർക്കുള്ളതാണത്? കൺട്രോളിങ് കമ്പനി ആയിട്ടുള്ളൂ അല്ലേ, എച്ച് ലിമിറ്റഡിനുള്ളതാണ്. എന്താ കാരണം? ദർ ഇസ് നോ NCI. ഓക്കെ, അപ്പോൾ 1,00,000 രൂപ തന്നെ എടുത്തു. അപ്പോൾ നമ്മൾ 6,00,000 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ, 1,00,000 രൂപയുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ ആകെ എത്രയാണ് നമുക്ക് ഉള്ളത്? 7,00,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ സബ്സിഡി കമ്പനിയിൽ ഷെയർ ക്യാപിറ്റലായിട്ട് 6,00,000 രൂപയും പ്രീ അക്വിസിഷനായിട്ട് 1,00,000 രൂപയുണ്ട്. അങ്ങനെ 7,00,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടിയപ്പോഴും നമ്മൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി? 5,00,000 രൂപയുടെ പൈസയെ മുടക്കിയിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ കുറവാണ് അല്ലേ, നമുക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ് കൂടുതലാണ്. നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലാണ്. അങ്ങനെ കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് എന്താ വരിക? അവിടെ നെഗറ്റീവ് ഗുഡ് വിൽ എന്നാണ് പറയുക. അതിനെന്ത് പറയും? നെഗറ്റീവ് ഗുഡ് വിൽ. ഇങ്ങനെ PC കുറവും നെറ്റ് അസറ്റ്സ് അല്ലേ കൂടുതലായിട്ടും വരുമ്പോൾ തന്നെ നെഗറ്റീവ് ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ 2,00,000 രൂപ എടുക്കണം. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ 2 lakh rupee വിൽ ബി ടേക്കൺ ടു ദി ക്യാപിറ്റൽ റിസർവ്. ക്ലിയർ? ആസ് നെഗറ്റീവ് ഗുഡ് വിൽ. അപ്പോൾ എങ്ങനെയാണ് എന്ത് വർക്കൗട്ട് ചെയ്യുക? ഗുഡ് വില്ലിൻ്റെ വാല്യൂ വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ? ഇനി കൺസോളിഡേഷന് വേണ്ടി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ, നമ്മൾ പഴയ ബാലൻസ് ഷീറ്റിന് നമ്മളിവിടെ എടുത്തു. ക്ലിയർ? ഒരു 2 കോളം നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അതിനോടൊപ്പം എച്ച് ലിമിറ്റഡ്, എസ് ലിമിറ്റഡ്, അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? പിന്നെയോ ബാലൻസ് എത്ര, അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷം ബാലൻസ് എത്രയുണ്ട്. അപ്പോൾ കൺസോൾട്ടേഷൻ സമയത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി അത് കഴിഞ്ഞിട്ട് ബാലൻസ് എത്രയുണ്ട് ഇതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ? ശരി, കൺസോൾട്ടേഷൻ ചെയ്യുക. നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് എന്താ പറഞ്ഞത്? സോ വി നീഡ് ടു ക്യാൻസൽ ദി ഷെയർ ക്യാപിറ്റൽ അല്ലേ ഇൻ സബ്സിഡറി കമ്പനി വിത്ത് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനി അല്ലേ. ഷെയർ ക്യാപിറ്റൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 6,00,000 രൂപ. ക്ലിയർ? സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ. അതിന് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ക്ലിയർ? സെറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഓഫ് സബ്സിഡറി കമ്പനി നമ്മൾ പിന്നെ കാണിക്കില്ല. കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കില്ല. എന്താ അങ്ങനെ കാണിക്കാത്തത്? കാരണം നമുക്കറിയാൻ പറ്റും ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസ് അല്ലേ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ തന്നെയാണ് ഏത് കമ്പനിയും? സബ്സിഡറി കമ്പനി. ക്ലിയർ? അപ്പോൾ വീണ്ടും വേറെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? 100% ഷെയർസ് ആർ ഹെൽഡ് ബൈ ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. ഹോൾഡിംഗ് കമ്പനി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് സബ്സിഡറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ടും വരിക. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്യണം. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ അതിനുവേണ്ടി മുടക്കിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ വേണോ? ഇല്ല. കാരണം എന്താ? ഷെയർ ക്യാപിറ്റൽ വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരസ്പരം ക്യാൻസൽ ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇവിടെ 6,00,000 രൂപയാണ്, ഇവിടെ 5,00,000 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1,00,000 രൂപ വരും എക്സ്ട്രാ അല്ലേ. ഈ 1,00,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? വരുന്ന എക്സ്ട്രാ അല്ലേ 1,00,000 രൂപ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? അതിനെ ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ? 1,00,000 രൂപയുടെ ക്യാപിറ്റൽ റിസർവ് 2,00,000 ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ 1,00,000 രൂപ ഇതിൽ നിന്നുള്ള ഡിഫറൻസ് ആണ്. ക്ലിയർ? വേറെ എന്താണ് ഒരു ഡിഫറൻസ് എന്ന്? ജനറൽ റിസർവിൻ്റെ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരുന്നു. ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ പോർഷൻ സബ്സിഡറി കമ്പനിയുടെ ജനറൽ റിസർവ് എന്ന് നമ്മൾ എന്ത് ചെയ്തു? മാറ്റി. പ്രീ അക്വിസിഷൻ ആയതുകൊണ്ട് അത് മുൻകൂട്ടി ഉണ്ടാക്കിയുള്ള പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ സർപ്ലസ് ഉണ്ടാവില്ല. പകരം എന്തിലേ ഉണ്ടാവുള്ളൂ? റിസർവിലാണ് ഉണ്ട് എന്നുള്ള അസംഷനിലാണ് നമ്മൾ റിസർവ്. ഇനി രണ്ടിലും കൂടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ചിലപ്പോൾ പ്രോബ്ലത്തിൽ എന്ത് കൊടുക്കും? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, ജനറൽ റിസർവ് എത്ര, സർപ്ലസ് എത്ര ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടിലും കുറയ്ക്കണം. പക്ഷേ ഇവിടെ നമുക്ക് ഒരു എമൗണ്ടേ തന്നിട്ടുള്ളൂ, 1 lakh rupee എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസർവ്സിൽ മാത്രം കുറയ്ക്കണം. അപ്പോൾ ജനറൽ റിസർവ് നമ്മൾ 1 lakh rupee കുറയ്ക്കണം. ക്ലിയർ? അപ്പോൾ എവിടെ കൂട്ടണത്? ഇവിടെ എവിടെയും കൂട്ടണം. ഇവിടെ കൂട്ടാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ആ 1,00,000 രൂപ ഇവിടെ എന്ത് ചെയ്തു? ക്യാപിറ്റൽ റിസർവിലേക്ക് ഇവിടെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ 1 lakh rupee നമ്മൾ എന്ത് ചെയ്തു? മാറ്റി. ഓക്കെ, ഇപ്പോൾ 2 കാര്യങ്ങൾ നോക്കി നമ്മൾ. ഷെയർ ക്യാപിറ്റലിനെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ക്യാൻസൽ ചെയ്തു. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ബിലോങ്ങിങ് ടു അല്ലേ കൺട്രോളിങ് കമ്പനി, അതിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താ? മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് കോളത്തിൽ ഇവിടെ -6 lakh -1 lakh എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ?
അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഡിഫറൻസ് കിട്ടുക? അപ്പോൾ 25 lakh അല്ലേ, 6 lakh നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് എത്ര തന്നെ കിട്ടും? സോ വി വിൽ ഗെറ്റ് 25 lakh. 25 ലക്ഷം രൂപയുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ മാത്രമായിട്ട് കിട്ടും. അത്രയും ഓർത്താൽ മതി. ഷെയർ ക്യാപിറ്റൽ സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കാണിക്കാൻ പാടില്ല. ഓക്കെ, ശരി. ഇനി ജനറൽ റിസർവിൽ ഹോൾഡിംഗ് കമ്പനിക്ക് 3,60,000 ഉണ്ട്, സബ്സിഡിക്ക് 1,20,000 ആണോ, ഇത് 1 lakh റുപ്പി കുറച്ചു. ക്ലിയർ? അപ്പോൾ ബാക്കി ഇവിടെ 20,000 രൂപയുണ്ട് അല്ലേ, 3,60,000. അപ്പോൾ നമ്മുടെ ടോട്ടൽ കൺസോൾഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ജനറൽ റിസർവ് 3,80,000 രൂപയായി. ക്ലിയർ? നമുക്ക് കാണുന്നുണ്ടാവില്ലേ അല്ലേ? അപ്പോൾ ഇവിടെ 3,80,000. ദെൻ അടുത്ത ഐറ്റം നോക്കാം. ക്ലിയർ? എന്താണ് അടുത്ത ഐറ്റം ഇവിടെ പറയണത്? സർപ്ലസ്. സർപ്ലസ് നോക്കുക, 2,40,000, 1,80,000. കറണ്ട് ഇയറിൽ നമുക്ക് മുഴുവനായിട്ടും കറണ്ട് ഇയർ പ്രോഫിറ്റാണ്. മുഴുവൻ ആരുടെയാണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുഴുവൻ പ്രോഫിറ്റുമായിട്ട് തന്നെയാണ് നമ്മുടെ സബ്സിഡി ഹോൾഡിംഗ് കമ്പനിക്കുള്ളത് തന്നെയാണ്. ക്ലിയർ? ഇപ്പോൾ സബ്സിഡി കമ്പനിയുടെ ഇവിടെ സർപ്ലസിൽ കൊടുത്തിരിക്കുന്ന 1,80,000. ക്ലിയർ? അതുപോലെ ഇവിടെ 20,000 രൂപ ബാക്കിയുണ്ട്, അതും എല്ലാം ആരുടെ തന്നെയാണ്? ഹോൾഡിംഗ് കമ്പനി. ഇവിടെ സർപ്ലസ് അക്കൗണ്ടിൽ ഇപ്പോൾ 1,80,000 കൂടെ കൂടും. അപ്പോൾ ഇവിടെ ആഡ് ചെയ്താൽ മാത്രം മതി, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനൊന്നുമില്ല. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് നീൽ 4,20,000 നമ്മൾ എഴുതി. ക്ലിയർ? ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ കിട്ടിയത് എന്തായിരുന്നു? ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് നമ്മൾ ആഡ് ചെയ്തു. ക്ലിയർ? ക്യാപിറ്റൽ റിസർവ് എത്രയാണ്? 2 lakh റുപ്പിയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ല ക്യാപിറ്റൽ റിസർവ്, 2 lakh റുപ്പീസ് നമ്മളിവിടെ എക്സ്ട്രാ ആഡ് ചെയ്തു. ക്ലിയർ? ഇതിനെ ക്യാപിറ്റൽ റിസർവ് മുകളിലാണ് കാണിക്കുക കേട്ടോ, റിസർവ്സും സർപ്ലസിൻ്റെ കൂടെ കാണിക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദെൻ അടുത്തത് എന്ത് ചെയ്യുന്നു? കറണ്ട് ലയബിലിറ്റി എടുക്കുന്നു. കറണ്ട് ലയബിലിറ്റി എത്രയാണ്? 3,50,000 ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ട്, സബ്സിഡറി കമ്പനിക്ക് 1 lakh ഉണ്ട്. രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4,50,000. ക്ലിയർ? ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ ഐറ്റത്തിനും നമ്മൾ ആഡ് ചെയ്തെടുത്തു. ക്ലിയർ? പിന്നെ നമ്മൾ ഇതിനെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുത്തപ്പോൾ 9,50,000, 39,50,000. ക്ലിയർ? സോ ദിസ് ഈസ് ദി ലയബിലിറ്റി സൈഡ് ടോട്ടൽ. ക്ലിയർ? അപ്പോൾ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയാണ് വന്നത്? നേരത്തെ ഉള്ള എല്ലാ ഐറ്റംസും ഒന്ന്. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, സർപ്ലസ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. ഒരു ഐറ്റം നമ്മൾ കൂടുതൽ വന്നു അല്ലേ, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ഗുഡ് വിൽ കിട്ടിയതുകൊണ്ട് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ എഴുതി. ക്ലിയർ? അപ്പോൾ 39,50,000. ദെൻ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അസറ്റ്സിൻ്റെ കൺസോൾട്ടേഷനിലേക്ക് വരുന്നു. അപ്പോൾ താഴെ അസറ്റ്സ് എന്തൊക്കെയാണ്? അസറ്റ്സ് ഇതേപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട് അല്ലേ. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വാട്ട് ഇസ് ദ എമൗണ്ട് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്? 6,40,000, 2 lakh അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയത് 8,40,000. മെഷീനറി 12,60,000, 3,40,000. രണ്ടും കൂടെ കൂട്ടി 16 lakh എഴുതി. ഫർണിച്ചർ 1,40,000, 60,000. So total 2 lakh rupee. Clear? Then investments നമ്മൾ എഴുതി അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് 60,000 ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് 5 lakh rupee ഹോൾഡിംഗ് കമ്പനിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ചെയ്തു, 5 lakh rupeesനെ മൈനസ് ചെയ്തു. അപ്പോൾ എമൗണ്ട് കുളത്തിൽ നില്ലായി. ക്ലിയർ? എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത്? ഇറ്റ് ഈസ് ഗെറ്റ് ക്യാൻസൽഡ് സെറ്റ് ഓഫ് എഗൻസ്റ്റ് ദി ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലുമായിട്ട് സെറ്റ് ഓഫ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ക്യാൻസലേഷൻ വന്നത്. ക്ലിയർ? അപ്പോൾ therefore 5 lakh minus 5 lakh equal to 0. അടുത്തത് വരുന്നതാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. രണ്ടും കൂടെ ആഡ് ചെയ്തു. ഹോൾഡിംഗ് കമ്പനിയുടെ വാല്യൂ, സബ്സിഡറി കമ്പനിയുടെ വാല്യൂ കൂടെ ആഡ് ചെയ്തു, 6,60,000. ഡെറ്റേഴ്സ് ഇതുപോലെ രണ്ടും കൂടെ ആഡ് ചെയ്തു, 4,80,000. ബാങ്ക് ബാലൻസ് രണ്ടും കൂടെ ആഡ് ചെയ്തു, 1,70,000. സോ ടോട്ടൽ എത്ര കിട്ടി നമുക്ക്? 39,50,000. ക്ലിയർ? അപ്പോൾ അസറ്റും ലയബിലിറ്റിയും ഈക്വലായി. ഓക്കെ, ഇങ്ങനെയാണ് കൺസോളിഡേഷൻ ചെയ്യുക. ക്ലിയർ? കൺസോളിഡേഷൻ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വേണമെങ്കിലും ബാലൻസ് ഷീറ്റ് ആക്കി ചെയ്യാം. ക്ലിയർ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസോളിഡേഷൻ എന്നാണ് ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് തന്നെ കൊടുക്കാം. ക്ലിയർ? ഇങ്ങനെ വേണമെങ്കിൽ കൺസോളിഡേഷൻ ചെയ്യാം. ഇതല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ എമൗണ്ട് ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഇങ്ങനെ കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യുക? നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എടുത്ത് ആ ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റാം. ക്ലിയർ? സോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ് ഗ്രൂപ്പ് അല്ലേ. ഗ്രൂപ്പ് കമ്പനിയാണ്. എന്താ ഗ്രൂപ്പ് കമ്പനി? എച്ചിൻ്റെ സബ്സിഡറി കമ്പനിയും എല്ലാം കൂടെ ചേർത്ത് പറയുന്നതിനാണ് എച്ച് ഗ്രൂപ്പ് എന്ന് പറയുക. ക്ലിയർ? സോ എച്ച് ലിമിറ്റഡ് ഗ്രൂപ്പ് ആസ് ഓൺ 31/3/2018. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് എന്തൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ അല്ലേ. നമ്മൾ അവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആ ഷെഡ്യൂളിൽ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ്
അല്ലേ? കമ്പ്യൂട്ടേഷനിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട് നമ്മൾ അങ്ങനെ എടുത്തേക്കണം. ജനറൽ റിസർവ്, പിന്നെയോ റിസർവ്, ജനറൽ റിസർവ് എഴുതി, ക്യാപിറ്റൽ റിസർവ് നമ്മൾ നേരത്തെ കാണിക്കുന്നുണ്ട്, നേരത്തെ മുകളിൽ എഴുതിയിട്ടുണ്ട്, സർപ്ലസ് എഴുതി, ട്രേഡ് ക്രെഡിറ്റേഴ്സ് എഴുതി. ക്ലിയർ? ടോട്ടൽ 39,50,000 എഴുതി. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒഴിവാക്കി സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബാങ്ക് ബാലൻസ്. ക്ലിയർ? അതിൻ്റെയൊക്കെ എമൗണ്ട് കൂട്ടിയെടുത്ത് എഴുതി. അങ്ങനെ കൂട്ടി എഴുതിയപ്പോൾ 39,50,000. ഇങ്ങനെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റിൽ എഴുതാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കാൽക്കുലേഷനൊക്കെ എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ വേണമെങ്കിൽ നമുക്കിവിടെ 1, 2, 3 വെച്ച് ഷെഡ്യൂൾ വേണമെങ്കിൽ കൊടുക്കാം. ക്ലിയർ? ഇപ്പോൾ ഷെഡ്യൂൾ വൈസ് ആയിട്ടും പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഐറ്റം വൈസ് ആയിട്ട് വെവ്വേറെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെല്ലാം ഗ്രൂപ്പ് ചെയ്യും അല്ലേ? ഫോർ എക്സാമ്പിൾ ലാൻഡ്, മെഷീനറി, ഫർണിച്ചറൊക്കെ എന്താ? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് കാണിക്കും. സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബാങ്ക് ബാലൻസ് ഒക്കെ എന്താണ്? കറണ്ട് അസറ്റ്സ് ആയിട്ട് കാണിക്കും. ഓക്കെ. അതുപോലെ തന്നെ ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, സർപ്ലസ്, ഇതൊക്കെ എന്ത് ചെയ്യും? റിസർവ്സും സർപ്ലസ് ആയിട്ട് കാണിക്കും. അപ്പം അങ്ങനെ ടോട്ടലായിട്ട് ക്ലിയർ ഗ്രൂപ്പ് ചെയ്തിട്ടും വേണമെങ്കിൽ കാണിക്കാം, ഹെഡിങ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. സോ അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് വരിക അല്ലേ? സോ ബാലൻസ് ഷീറ്റ് അല്ലേ, എന്തൊക്കെയാണ്? ഫോർമാറ്റ്, പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, എമൗണ്ട്. ക്ലിയർ? ഷെയർ ക്യാപിറ്റൽ. ഇവിടെ കാൽക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാത്തതാണ്. വേണമെങ്കിൽ നമുക്കത് ഷെഡ്യൂളായിട്ട് വേണമെങ്കിൽ ചെയ്യാം. 25 lakh. റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഷെഡ്യൂൾ നമ്പർ 1. ക്ലിയർ? അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 1 പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് വേണം ഇത് ചെയ്യാം. ക്ലിയർ? ഷെഡ്യൂൾ 1 എന്തുണ്ടാവും? റിസർവ്സും സർപ്ലസിൻ്റെ എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്കത് നോക്കാം. ക്ലിയർ? ഷെഡ്യൂൾ നമ്പർ 1. ഷെഡ്യൂൾ നമ്പർ 1 എങ്ങനെയാണ് വരുന്നത് നോക്കൂ. റിസർവ്സ് ആൻഡ് സർപ്ലസ്. ക്യാപിറ്റൽ റിസർവ് നമ്മൾ എഴുതി അല്ലേ? ക്യാപിറ്റൽ റിസർവ് ഓൺ കൺസോളിഡേഷൻ 2 lakh rupee. Then general reserve of H Limited 3,60,000. ആഡ് ജനറൽ റിസർവ് ഓഫ് എസ് ലിമിറ്റഡ്. അതിൽ 1,20,000 നേരത്തെ ഉണ്ടായിരുന്നു. 1,00,000 രൂപ നമ്മൾ കുറച്ചു, പ്രീ അക്വിസിഷൻ ഉണ്ട്. ക്ലിയർ? ബാക്കി 20,000 രൂപ. അപ്പോൾ 3,80,000 രൂപയുടെ ജനറൽ റിസർവ്. ദെൻ സർപ്ലസ് ഓഫ് എച്ച് ലിമിറ്റഡ് 2,40,000. സർപ്ലസ് ഓഫ് എസ് ലിമിറ്റഡ് 1,80,000. സോ ടോട്ടൽ 4,20,000 രൂപ. ദെൻ അപ്പോൾ എത്ര കിട്ടി? ടോട്ടൽ 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 lakh rupees. ക്ലിയർ? 10 ലക്ഷം രൂപ. അപ്പോൾ 10 ലക്ഷം രൂപ നമ്മൾ അവിടെ കാണിച്ചാൽ മതി. അവിടെ എസ് ലിമിറ്റഡിൻ്റെ അവിടെ അല്ലേ, ദാറ്റ് ഈസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മളവിടെ ഷെഡ്യൂൾ നമ്പർ 1 നേടി 10 ലക്ഷം രൂപ കാണിച്ചു. ക്ലിയർ? ഇങ്ങനെയാണ് അത് വരിക. ക്ലിയർ? അടുത്ത് എന്താ? കറണ്ട് ലയബിലിറ്റി. അതിലൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതി 4,50,000. ടോട്ടൽ എടുത്തു 39,50,000. ക്ലിയർ? ദെൻ അസറ്റ്സിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേഷൻ വേണം. അപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് നോൺ കറണ്ട് അസറ്റ്സിൽ വരുന്നൊരു ഐറ്റമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത ഷെഡ്യൂൾ എടുത്തു. ക്ലിയർ? അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ വരിക? ലാൻഡ്, മെഷീനറി, ഫർണിച്ചർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. എച്ച് ലിമിറ്റഡിൻ്റെ എസ് ലിമിറ്റഡിൻ്റെ എമൗണ്ട് തമ്മിൽ ആഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ എച്ച് ലിമിറ്റഡും എസ് ലിമിറ്റഡും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആഡ് ചെയ്തു. അപ്പോൾ 6,40,000 പ്ലസ് 2 lakh കിട്ടിയപ്പോൾ 8,40,000. മെഷീനറിയുടെ ഇതുപോലെ നമ്മൾ ആഡ് ചെയ്തു, അപ്പോൾ 16 lakh കിട്ടി. ഫർണിച്ചറിൻ്റെ ഇതുപോലെ ആഡ് ചെയ്തു, അപ്പോൾ 2 lakh കിട്ടി. സോ ടോട്ടൽ 26,40,000. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതി? സോ ഷെഡ്യൂൾ നമ്പർ 2 26,40,000. അതുപോലെ കറണ്ട് അസറ്റ്സ് ഇതേപോലെ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 3 പ്രിപ്പയർ ചെയ്യുന്നു. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിലുള്ള എമൗണ്ട്സ് ഒക്കെ എടുത്ത് ചെയ്യുന്നു. ക്ലിയർ? കറണ്ട് അസറ്റ്സ് എന്തൊക്കെ വരും? സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബാങ്ക് ബാലൻസ്. ഇതേപോലെ എച്ച് ലിമിറ്റഡിൻ്റെ എസ് ലിമിറ്റഡിൻ്റെ ഫിഗേഴ്സ് നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ മൊത്തമായിട്ട് എടുത്തു. ക്ലിയർ? സോ ടോട്ടൽ വിൽ ബി 13,10,000. സോ 13,10,000 നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് ആഡ് ചെയ്തു. ക്ലിയർ? ഷെഡ്യൂൾ നമ്പർ 3 കറണ്ട് അസറ്റ്സ് 13,10,000. ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 39,50,000. ഓക്കെ. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ട്രീറ്റഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ? ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ നമ്മൾ സാധാരണ കമ്പനിയുടെ ഫോർമാറ്റ് നമുക്കറിയാം അല്ലേ? കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് അറിയാം. അപ്പോൾ അതിൻ്റെ ഹെഡിങ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഷെഡ്യൂൾ അല്ലെങ്കിൽ നോട്ട് നമ്പർ പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ? അങ്ങനെ ഓരോ നോട്ടും പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ വിവരങ്ങൾ വേണം ചെയ്യാം. ആദ്യം നോട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്നിട്ട് അതിൻ്റെ വിവരങ്ങൾ കാണിക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വേണം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ക്ലിയർ? സോ ദിസ് ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് എ ഹോൾഡിംഗ് കമ്പനി ഹാവിങ് 100% സബ്സിഡറി. ക്ലിയർ? മുഴുവനും ഷെയർ ഹോൾഡിംഗ് ഉള്ള സബ്സിഡറിയുടെ കൺസോളിഡേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ? ഓക്കെ. നമുക്ക് അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് പാർഷ്യൽ ഷെയർ ഹോൾഡിംഗ് ഉള്ളൊരു ഹോൾഡിംഗ് കമ്പനി ആണെങ്കിൽ അവിടെ എന്ത് വരും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കൂടെ വരും. അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ നോക്കാം.